അപ്പോൾ ഞാൻ കഴുകി വാരി വെച്ച ഇഞ്ചിയും കുറച്ച് മുളകും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ ഒന്ന് ഗോൾഡൻ കളറാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മളുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നന്നായി ഒരു ഗോൾഡൻ കളറാവുന്ന വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇഞ്ചിപ്പുളിക്ക് പുളി ഇടാനായിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് അതിലേക്ക് കുറച്ച് പുളി ഇട്ട് വെച്ചിരുന്നു. ഇതിപ്പോൾ നന്നായിട്ട് അരിച്ചു വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഇഞ്ചിപ്പോൾ അങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഞ്ചി ഒക്കെ നന്നായിട്ടൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം, മുളക് പൊടി. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾ പൊടി, കുറച്ച് ഉലുവാപ്പൊടി, അത് കഴിഞ്ഞ് കുറച്ച് കായപ്പൊടി, ഒരു പിഞ്ച് അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. ആ മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കതിലേക്ക് പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കാം. ഇത് തിളച്ച് വരുമ്പോഴേക്കും ശർക്കര നമ്മൾ പാനിയാക്കി വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളുടെ പുളിവെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഞാൻ പുളി പിഴിയുന്നതിനകത്തിൽ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, അത് കാരണം ഞാൻ ഉപ്പിടുന്നില്ല. ഇതിനി നന്നായിട്ട് തിളച്ച് കുറുകും. നമ്മുടെ ഇഞ്ചിപ്പുളി അങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, കുറുകിയിട്ടില്ല. അപ്പം നമ്മളുടെ ഇഞ്ചിപ്പുളിയോ എന്താണ് പറയേണ്ടത്, അതെന്തായാലും നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. അപ്പോൾ അതിന് നമുക്ക് കടുക് വറുത്തിടാമേ. അപ്പം നമുക്ക് കടുക് പൊട്ടിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാമേ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ചുമന്ന മുളക് ഇട്ട് കൊടുക്കാം, കുറച്ച് കറിവേപ്പില, പുളി ഇഞ്ചിലേക്ക് അത് ഒഴിച്ചു. പുളി ഇഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി റെഡി.